Death is inevitable and most often the grief regarding death is personal. Here we are discussing such a topic, Stop All the Clocks, Cut Off the Telephone by W.H. Auden. W.H. Auden is a famous 20th century writer, and the poem Stop All the Clocks, Cut Off the Telephone is famous as a poem on grief written on the 20th century. 20ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട കവിതയാണ് W.H. ഓഡൻ്റെ കവിതയുടെ പേര് സ്റ്റോപ്പ് ഓൾ ദ ക്ലോക്സ് ആൻഡ് കട്ട് ഓഫ് ദ ടെലഫോൺ. ഇത് ദുഃഖത്തെക്കുറിച്ച്, ദുഃഖം അതിനെക്കുറിച്ച് എഴുതിയ ഒരു കവിതയാണ്. ആൻഡ് ദ പോം ഈസ് ഓൾസോ നോൺ ആസ് ഫ്യൂണറൽ ബ്ലൂസ്. ഈ കവിതയെ ഫ്യൂണറൽ ബ്ലൂസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ആൻഡ് വി ക്യാൻ സീ ദ തീംസ് ഓഫ് ലൈഫ്, ലവ് ആൻഡ് ഡെത്ത് ഇൻ ദ പോം. ഈ കവിതയിൽ നമുക്ക് പ്രധാനമായിട്ടും കിട്ടുന്ന തീംസ് ലൈഫ്, ലവ് ആൻഡ് ഡെത്ത്. The poem reveals overwhelming grief, great loss and unrelenting pessimism. ഈ കവിതയിലൂടെ നമുക്ക് അഗാധമായിട്ടുള്ള ദുഃഖം കാണാൻ സാധിക്കും. അതേപോലെ ഒരു വലിയ നഷ്ടം, തീരാനഷ്ടം, അതേപോലെ തന്നെ പെസിമിസം മീൻസ് ശുഭാപ്തി വിശ്വാസം ഇല്ലായ്മ. ഒരു ശുഭാപ്തി വിശ്വാസം ഇല്ലായ്മ, അതേപോലെ തന്നെ അതായത് മരണം ഏത് നിമിഷവും വരാം, ആ മരണം എന്നത് നമ്മുടെ ഒരു തീരാനഷ്ടമാണ് എന്നൊക്കെയുള്ള തീംസ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും. ദ ടോൺ ഓഫ് ദ പോം ഇസ് മെലങ്കോളിക് സാഡ്നെസ്. ഈ കവിതയിലെ ടോൺ മെലങ്കോളിക് സാഡ്നെസ് ആണ്, ദുഃഖപരമാണ്. ആൻഡ് ഇറ്റ് ഹാസ് ദി ഇന്റേണൽ റൈം സ്കീം AABB. ഇതിലെ ഇന്റേണൽ റൈം സ്കീം AABB ആൻഡ് യൂസ്ഡ് അയാംബിക് പെൻഡാമീറ്റർ ഇൻ ദ പോം. ഈ കവിതയിലെ മീറ്റർ അയാംബിക് പെൻഡാമീറ്റർ ആണ്. റൈം സ്കീം AABB. The opening line is the title of the poem which shows the grief. Stop all the clocks, cut off the telephone എന്നുള്ളത് ഈ കവിതയുടെ ഫസ്റ്റ് ലൈൻ തന്നെയാണ്. ആൻഡ് ഇറ്റ് ഷോസ് ദ ഡീപ്പ് ഗ്രീഫ് ഓർ ഡീപ്പ് സാഡ്നെസ് ഓഫ് ദി സ്പീക്കർ. ദ സ്പീക്കർ ഇസ് ദ പോയറ്റ് ഹിംസെൽഫ്. ഈ കവിതയിലെ സ്പീക്കർ കവി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അഗാധമായ ദുഃഖമാണ് ഈ ഒരു ഫസ്റ്റ് ലൈനിലൂടെ തന്നെ, ഓപ്പണിംഗ് ലൈനിലൂടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോപ്പ് ഓൾ ദ ക്ലോക്സ് ഈസ് ആൻ അലൂഷൻ ടു ഡെത്ത് ആൻഡ് ദ ബ്രിവിറ്റി ഓഫ് ലൈഫ്. ഇതിൽ അലൂഷൻ ടു ഡെത്ത് മീൻസ് മരണത്തോടുള്ള അല്ലെങ്കിൽ മരണത്തെക്കുറിച്ചുള്ള ആ ഒരു ഇൻഡിക്കേഷനാണ് നമുക്ക് സ്റ്റോപ്പ് ഓൾ ദ ക്ലോക്സ് എന്നുള്ളത് കൊണ്ട് കാണിക്കുന്നത്. നമ്മൾ പറയാറുണ്ട് നമ്മുടെ വീട്ടിലെ ക്ലോക്കൊക്കെ നിൽക്കുന്നത് ആ ഒരു അശുഭ ലക്ഷണമാണ്, എന്തെങ്കിലും അനർത്ഥത്തിൻ്റെ അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ സ്റ്റോപ്പ് ഓൾ ദ ക്ലോക്സ് മീൻസ് ഇറ്റ് ഈസ് ആൻ അലൂഷൻ ടു ഡെത്ത് ആൻഡ് ബ്രിവിറ്റി ഓഫ് ലൈഫ്. ആ ജീവിതത്തിൻ്റെ ഷോർട്ട്നെസ്, ബ്രിവിറ്റി മീൻസ് ഷോർട്ട്നെസ്, ആ നൈമിഷികമായിട്ടുള്ള ജീവിതം, ഇതൊക്കെയാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദ പോം ഈസ് അബൌട്ട് ദി ഇമ്മൻസിറ്റി ഓഫ് ഗ്രീഫ്. ദുഃഖത്തിൻ്റെ ആ ഒരു അഗാധതയെക്കുറിച്ചാണ് ഈ കവിത വിവരിക്കുന്നത്. ആൻഡ് ദി സ്പീക്കർ ഹാസ് ലോസ്റ്റ് എ ഡിയറസ്റ്റ് വൺ ബട്ട് ദ വേൾഡ് ഡസൻറ്റ് ഷോ എനി ഗ്രീഫ് ഓൺ ഇറ്റ് ഗോസ് ഓൺ ഇൻ എ യൂഷ്വൽ വേ. കവിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുന്നു, പക്ഷേ ഈ ലോകമോ അതിലെ ജീവജാലങ്ങളോ മറ്റ് കാര്യങ്ങളൊന്നും ഈ ദുഃഖത്തിൽ പങ്കെടുക്കുന്നില്ല, മറിച്ച് അത് അതിൻ്റെ പഴയ രീതിയിൽ തന്നെ പോകുന്നു. പതിവ് പോലെ ലോകത്തിലെല്ലാ കാര്യങ്ങളും നടക്കുന്നു. പക്ഷേ ആ ഒരു പേഴ്സണൽ ദുഃഖമായി ഈ ഒരു മരണം മാറുന്നു. ഇതാണ് ഇതിൻ്റെ സമ്മറി. ആൻഡ് വി ക്യാൻ മൂവ് ഓൺ ടു ദ പോം. സ്റ്റോപ്പ് ഓൾ ദ ക്ലോക്സ്, കട്ട് ഓഫ് ദ ടെലഫോൺ. ആൻഡ് ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ആർ ബിയോണ്ട് അവർ കൺട്രോൾ. നമ്മളുടെ നിയന്ത്രണത്തിന് അപ്പുറത്താണ്. കാരണം ക്ലോക്കിൻ്റെ സമയം നിയന്ത്രിക്കുക അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ആ വാർത്താവിനിമയ സംവിധാനങ്ങൾ നിർത്തലാക്കുക എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് ബിയോണ്ട് അവർ കൺട്രോൾ. സോ സ്റ്റോപ്പ് ഓൾ ദ ക്ലോക്സ്, കട്ട് ഓഫ് ദ ടെലഫോൺ, പ്രിവെൻറ്റ് ദ ഡോഗ് ഫ്രം ബാർക്കിംഗ്. നായ കുരയ്ക്കുന്നു. എങ്ങനെയാണ് അത് നിർത്തലാക്കാൻ കഴിയുന്നത്? വിത്ത് എ ജ്യൂസി ബോൺ മീൻസ് ഒരു നല്ല എല്ലിൻ കഷ്ണം ഇട്ട് കൊടുത്തിട്ട് ആ നായയുടെ കുരയ്ക്കുന്നത് നിർത്താൻ പറ്റുമോ? ആൻഡ് സൈലൻസ് ദ പിയാനോസ്, ദ പ്ലേയിങ് ഓഫ് പിയാനോ വായിക്കുന്നത് നിർത്തുക. ആൻഡ് വിത്ത് മഫിൽഡ് ഡ്രം മീൻസ് ദ ഡെഡനിങ് സൗണ്ട് ഓഫ് ഡ്രം, ആ ഡ്രം ബീറ്റ് അതും നിർത്തലാക്കണം. ആൻഡ് ബ്രിങ് ഔട്ട് ദ കോഫിൻ മീൻസ് ശവപ്പെട്ടി, ശവമഞ്ചം കൊണ്ടുവരൂ. ആൻഡ് ലെറ്റ് ദ മോണേഴ്സ് കം,
മോണേഴ്സ് മീൻസ് കരയുന്ന ആളുകൾ. ആ മരണാനന്തര ചടങ്ങിൽ അല്ലെങ്കിൽ ആ ഫ്യൂണറൽ പ്രോസസ്, ആ ഒരു ശവസംസ്കാര ചടങ്ങിൽ കരയുന്ന ആളുകളെയൊക്കെ കൊണ്ടുവരും. അതായത് ആ ഒരു ഗ്രീഫ് സെറ്റിംഗ് ആണ് അവിടെ പറയുന്നത്. ദെൻ ലെറ്റ് എയ്റോപ്ലെയിൻസ് സർക്കിൾ മോർണിംഗ് അഹെഡ്. ഇനി ആ ഒരു ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ എയ്റോപ്ലെയിൻസ്. ദെൻ സ്ക്രിബ്ലിംഗ് ഓൺ ദ സ്കൈ ദ മെസ്സേജ് ഹി ഈസ് ഡെഡ്. സ്ക്രിബ്ലിംഗ് ഓൺ ദ സ്കൈ, സ്ക്രിബ്ലിംഗ് മീൻസ് റിട്ടൺ വേർഡ്സ്. ആകാശത്തിൽ ഇങ്ങനെ ഒരു വാക്കുകൾ എഴുതൂ. ഏതാണ്? ഹി ഈസ് ഡെഡ്. ഹി ഈസ് ഡെഡ് എന്നുള്ള ആ ഒരു വാക്ക്, ആ ഒരു സെൻറ്റൻസ് ആകാശത്തിൽ കുറിക്കൂ. ആൻഡ് പുട്ട് ക്രീപ് ബോൺസ് റൗണ്ട് ദ വൈറ്റ് നെക്സ് ഓഫ് ദി പബ്ലിക് ഡോർസ്. പബ്ലിക് ഡോർസിൻ്റെ കഴുത്തിൽ ഇങ്ങനെ ഒരു അക്ഷരം കുറിക്കുക. അതായത് ഹി ഈസ് ഡെഡ് എന്നുള്ള മെസ്സേജ് എല്ലായിടവും എത്തിക്കുക. ലെറ്റ് ദി ട്രാഫിക് പോലീസ്മാൻ വെയർ ബ്ലാക്ക് കോട്ടൺ ഗ്ലൗസ്. ഇനി ബ്ലാക്ക് എന്നുള്ളത് ഇറ്റ് ഈസ് എ സിമ്പിൾ ഓഫ് ഡെത്ത് അല്ലെങ്കിൽ ഗ്രീഫ്, മരണത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു മരണസൂചകമായിട്ട് ലെറ്റ് ദി ട്രാഫിക് പോലീസ്മാൻ ടു വെയർ ബ്ലാക്ക് കോട്ടൺ ഗ്ലൗസ്. ഇനി ഈ മരിച്ച ആളെക്കുറിച്ച് പറയുകയാണ്. ഹി വാസ് മൈ നോർത്ത്, മൈ സൗത്ത്, മൈ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ഇനി അത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു, അത്രത്തോളം പ്രിയങ്കരനായ ഒരാളാണ് മരിച്ചത്. എന്താണ് അദ്ദേഹം? ഹി വാസ് മൈ നോർത്ത്. ഹിയർ വി ക്യാൻ സീ ദ മെറ്റഫോറിക്കൽ എക്സ്പ്രഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. ഹി വാസ് മൈ നോർത്ത്, മൈ സൗത്ത്, മൈ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ്. പിന്നെന്താണ്? ഹി ഈസ് മൈ വർക്കിംഗ് വീക്ക് ആൻഡ് മൈ സൺഡേ റെസ്റ്റ്. അദ്ദേഹം ഹി ഈസ് മൈ വർക്കിംഗ് വീക്ക് ആൻഡ് മൈ സൺഡേ റെസ്റ്റ്. ഇവിടെയും മെറ്റഫറാണ് നമുക്ക് കാണാൻ സാധിക്കുക. ആൻഡ് മൈ മൂൺ, മൈ മിഡ് നൈറ്റ്, മൈ ടോക്ക്, മൈ സോങ്. അവിടെയൊക്കെ നമുക്ക് മെറ്റഫോറിക്കൽ എക്സ്പ്രഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. എന്താണ്? അദ്ദേഹം അത്രത്തോളം പ്രിയപ്പെട്ട ആളായിരുന്നു എന്നാണ് കാണിക്കുന്നത് അവിടെ. മൈ നൂൺ, മൈ മിഡ് ഡേ, മൈ ടോക്ക്, മൈ സോങ്. ആൻഡ് ഐ തോട്ട് ദാറ്റ് ലവ് വുഡ് ലാസ്റ്റ് ഫോർ എവർ ബട്ട് ഐ വാസ് റോങ്. പക്ഷേ എന്താണ്? ഐ തോട്ട് ദിസ് ലവ് എക്സിസ്റ്റ് ഫോർ എ ലോങ് ടൈം. ഒരുപാട് കാലം ഈ പ്രണയം അല്ലെങ്കിൽ ഈ ഒരു സ്നേഹം നിലനിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ബട്ട് ഐ വാസ് റോങ്. പക്ഷേ ഇവിടെ ഹിയർ വി ക്യാൻ സീ ദ ബ്രിവിറ്റി ഓഫ് ലൈഫ്, അല്ലെങ്കിൽ ആ ഷോർട്ട് ടേം ലൈഫാണ് ഇവിടെ. നമ്മുടെ ആ ജീവിതത്തിൻ്റെ നൈമിഷികതയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിമിഷ നേരം കൊണ്ട് നീർക്കുമുള പോലെ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആ ഒരു ജീവിതമാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദ സ്റ്റാർസ് ആർ നോട്ട് വാണ്ടഡ് നൗ. ഐ എം ഇൻ ഡീപ് ഗ്രീഫ്. ഞാനിപ്പോൾ അഗാധമായ ദുഃഖത്തിലാണ്. സോ ദ സ്റ്റാർസ് ആർ നോട്ട് വാണ്ടഡ് നൗ. നക്ഷത്രങ്ങൾ വേണ്ട. പുട്ട് ഔട്ട് എവറി വൺ. പുട്ട് ഔട്ട് മീൻസ് എക്സ്റ്റിങ്വിഷ്, അണയ്ക്കുക. എല്ലാ നക്ഷത്രങ്ങളെയും അണയ്ക്കുക, അതായത് നക്ഷത്രങ്ങളൊന്നും വേണ്ട. ആൻഡ് പാക്ക് അപ്പ് ദ മൂൺ. ചന്ദ്രനും വേണ്ട, ചന്ദ്രനെയൊക്കെ പാക്ക് ചെയ്യണം. ആൻഡ് ഡിസ്മാൻഡിൽ ദ സൺ. ഡിസ്മാൻഡിൽ മീൻസ് റിമൂവ് ദ സൺ. സൂര്യനും വേണ്ട, ചന്ദ്രനും വേണ്ട, നക്ഷത്രങ്ങളും ഒന്നും തന്നെ വേണ്ട. കാരണം ഞാനിന്ന് ദുഃഖത്തിലാണ്, ആ ഒരു ദുഃഖത്തിൻ്റെ അഗാധതയിലാണ് ഞാനുള്ളത്. സോ പോർ എവേ ദ ഓഷൻ. പോർ എവേ മീൻസ് എന്താണ്? ഒഴിക്കുക അല്ലെങ്കിൽ വെള്ളം മുക്കി മാറ്റുക. എവിടെ? ഓഷനിലുള്ള സമുദ്രത്തിലെ വെള്ളമൊക്കെ മുക്കി മാറ്റൂ. ആൻഡ് സ്വീപ്പ് എവേ ദ വുഡ്. സ്വീപ്പ് എവേ മീൻസ് റിമൂവ്, ഒഴിവാക്കുക, തുടച്ചു മാറ്റുക. ഈ വനങ്ങളെ, ഫോറസ്റ്റൊക്കെ ഒഴിവാക്കുക, അതിനെയൊക്കെ വേണ്ടാന്ന് വെക്കുക. ഫോർ നത്തിങ് നൗ ക്യാൻ എവർ കം ടു എനി ഗുഡ്. കാരണം ഫോർ മീൻസ് ബിക്കോസ്, നത്തിങ് നൗ ഇപ്പോഴ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ക്യാൻ എവർ കം ടു എനി ഗുഡ്. ദാറ്റ് മീൻസ് they never participate or they never indulge in my grief. ഇവയൊന്നും എൻ്റെ ദുഃഖത്തിൽ പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവാക്കൂ. കാരണം the world is going on as usual. ലോകം അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള ഒരു കാര്യങ്ങൾക്കും മാറ്റമില്ല. എനിക്ക് മാത്രമാണ്, പേഴ്സണൽ ഗ്രീഫ് മാത്രമാണുള്ളത്. അതുകൊണ്ട് ഇതൊന്നും ഇപ്പോൾ വേണ്ട. ഈ നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനെയും ഒക്കെ ഒഴിവാക്കൂ. കാരണം ദ ഗ്രീഫ് ഈസ് സോ ഡീപ്പ്. എൻ്റെ ആ ഒരു ദുഃഖം അത്രത്തോളം അഗാധമാണ്. ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് എൻ്റെ ദുഃഖത്തിൽ ഈ ലോകവും കൂടി പങ്കെടുക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഹിയർ വി ക്യാൻ സീ ദ തീംസ് ഓഫ് ലൈഫ്, ലവ് ആൻഡ്
ഡെത്ത്. നമ്മൾ പറഞ്ഞു ഹിയർ ദ പോയിറ്റ് ഹാസ് ലോസ്റ്റ് സംവൺ സോ ഡീപ്പ് ഓർ സോ ഡിയറസ്റ്റ് ടു ഹിം. അദ്ദേഹത്തിന് വളരെ അഗാധമായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വളരെ പ്രിയപ്പെട്ട ആരോ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് എഴുതിയ കവിതയാണിത്. ആൻഡ് ദീസ് ആർ ദ മെയിൻ പോയിന്റ്സ്. ഇതിൽ ചോദിക്കാവുന്നത് വാട്ട് ഈസ് ദ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്? സ്റ്റോപ്പ് ഓൾ ദ ക്ലോക്സ്, കട്ട് ഓഫ് ദ ടെലിഫോൺ എന്നതിലെ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ദിസ് ഈസ് ഓപ്പണിംഗ് ലൈൻ ഓഫ് ദ പോം. ഈ കവിതയുടെ ഓപ്പണിംഗ് ലൈനും ഇത് തന്നെയാണ്. ഇത് എക്സാമിന് ചോദിക്കാം. പിന്നീട് ഹൗ ദ പോയിറ്റ് ആസ് ദി നാച്ചുറൽ സോഴ്സസ് ഓർ നാച്ചുറൽ ഫോഴ്സസ് ടു ഇൻഡൽജ് ഇൻ ഹിസ് ഗ്രീഫ്. അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ ഈ നാച്ചുറൽ റിസോഴ്സസിനോട് അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള വസ്തുക്കളോട് അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ എങ്ങനെ പങ്കെടുക്കാനാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. അതോടൊപ്പം തന്നെ വാട്ട് ആർ ദ മെറ്റഫോറിക്കൽ എക്സ്പ്രഷൻസ് ദാറ്റ് ദ പോയറ്റ് യൂസ്ഡ് ടു എക്സ്പ്രസ് ഹിസ് ക്ലോസ്നെസ് ടു ദ ഡെഡ് വൺ. ആ മരിച്ചുപോയ വ്യക്തിയോടുള്ള ആ സ്നേഹം സൂചിപ്പിക്കാൻ കവി ഉപയോഗിക്കുന്ന മെറ്റഫോറിക്കൽ എക്സ്പ്രഷൻസ്, വാക്കുകൾ ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഹീ ഈസ് മൈ നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. അതേപോലെ തന്നെ ഹീ ഈസ് മൈ വർക്കിംഗ് വീക്ക് ആൻഡ് സൺഡേ റെസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഹീ ഈസ് മൈ നൂൺ, മൈ മിഡ് നൈറ്റ്, മൈ ടോക്ക് ആൻഡ് മൈ സോങ്. ഇതൊക്കെ ആ മെറ്റഫോറിക്കൽ എക്സ്പ്രഷൻസ് ആണ്. ദീസ് ആർ ദ മെയിൻ പോയിന്റ്സ്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.